ലോകം കണ്ട ഏറ്റവും ശക്തരായ ഉരുക്ക് വനിതയെന്ന് വെളിപ്പേരുള്ള അൺഷേക്കബിൾ എന്ന പേരുള്ള ഷെയ്ഖ് ഹസീന വീണിരിക്കുകയാണ്. അവർക്ക് സ്വന്തം രാജ്യം വിട്ട് അധികാരവും ഭരണവും വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് ഇന്നിപ്പോൾ ലോകം കാണുന്നത്. നമ്മുടെ രാജ്യത്തേക്ക്, ഭാരതത്തിലേക്കാണ് അവർ ആദ്യം പലായനം ചെയ്തെത്തിയത്. അവർ ഡൽഹിയിൽ എത്തുകയും പിന്നീട് ഇന്ത്യ വിടുകയും ചെയ്തു എന്നൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചത്. എന്താണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത്? ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപം ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ ഭരണ അട്ടിമറിക്ക് പോലും കാരണഭൂതമായി തീർന്നത് എന്തുകൊണ്ടാവാം? ഷെയ്ഖ് ഹസീന അങ്ങനെ ലോകത്തിന് പെട്ടെന്ന് മറന്നു കളയാൻ പറ്റുന്ന ഒരു പേരല്ല ഷെയ്ഖ് ഹസീനയുടേത്. ബംഗ്ലാദേശിനെ വിമോചന സമരത്തിൽ, അതായത് പാകിസ്ഥാന്റെ പിടിയിൽ നിന്ന് ബംഗ്ലാദേശ് മോചിപ്പിക്കപ്പെട്ട ഒരു രാജ്യമായി മാറാൻ കാരണക്കാരനായ ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ മകളാണ്. അദ്ദേഹം വിമോചന സമര നേതാവ് മാത്രമായിരുന്നില്ല, പിന്നീട് ബംഗ്ലാദേശിന്റെ പ്രഥമ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായി മാറുകയായി. ബംഗ്ലാദേശിനെ രാജ്യം എന്ന രീതിയിൽ വാർത്തെടുത്തതിൽ അദ്ദേഹത്തിന് ഒരു മുഖ്യ പങ്ക് തന്നെയുണ്ട്. പക്ഷേ അദ്ദേഹം വിചാരിച്ച തരത്തിലായിരുന്നില്ല ബംഗ്ലാദേശിന്റെ പിന്നീടുള്ള ഭരണ രീതികൾ. അത്രയ്ക്ക് സമാധാനപരമായിരുന്നില്ല ബംഗ്ലാദേശികളുടെ രീതികൾ. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു അട്ടിമറിയിലൂടെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കൂട്ടക്കുരുതിയാണ് ചെയ്തത്. ആ കൂട്ടക്കുരുതിയിൽ പെടാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് ഭാഗ്യമുണ്ടായത് അവർ വേറൊരു രാജ്യത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് മാത്രമാണ്. അവരന്ന് ഇംഗ്ലണ്ടിലായിരുന്നു. ഇതിനെല്ലാം ശേഷം അവർ രാജ്യത്തിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് അതിശക്തമായി തിരിച്ചു വരികയുണ്ടായി. വേറൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ആ പാർട്ടിയിൽ പ്രവർത്തിച്ച് അവർ സ്വന്തം രാജ്യത്ത് മത്സരിച്ചു. എന്നാൽ ആദ്യത്തെ മത്സരം പരാജയമായിരുന്നു. 90കളിലെ മത്സരത്തിൽ അവർ പരാജയപ്പെട്ടു. എന്നാൽ പിന്നീട് ഒരു 5 വർഷങ്ങൾക്കിപ്പുറം അവർ തിരിച്ചു വന്നു. ശക്തമായി തന്നെ 99ൽ അവർ അധികാരത്തിലേറി. ബംഗ്ലാദേശിന്റെ വനിതാ പ്രധാനമന്ത്രി അധികാരത്തിലേറി. 5 വർഷക്കാലം അവരെ ഭരിച്ചു. പിന്നെയും പട്ടാള അട്ടിമറികളും ഭരണകൂട മാറ്റങ്ങളും എല്ലാം ബംഗ്ലാദേശിൽ തുടർക്കഥയായി. അതിനുശേഷം 2009ൽ അതിശക്തമായിട്ട് ഷെയ്ഖ് ഹസീന ഒരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ടായി. അതൊരു വല്ലാത്ത വരവ് തന്നെയായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന ഒരു ഉരുക്ക് വനിതയായി ലോകം വിശേഷിപ്പിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ രാജ്യം വിശേഷിപ്പിക്കാൻ തുടങ്ങിയത്. പ്രതിപക്ഷ പാർട്ടി അവരെ സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിക്കുന്നത്. കാരണം ആ വരവിൽ അവർ പല പല അഴിമതി കഥകളും പുറത്തു കൊണ്ടുവരികയും പല പ്രമുഖന്മാര് ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കുകയും ചെയ്യുകയുണ്ടായി. ഒരുപാട് പേരുടെ ശത്രുത അവർ പിടിച്ചുപറ്റി. ജനാധിപത്യത്തിന് കരുത്തേകുന്ന ബംഗ്ലാദേശിന്റെ സമ്പൽ സമൃദ്ധിക്കോ വികസനത്തിനോ ഒരുപാട് മുന്നേറ്റങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങളും അവർ ചെയ്യുകയുണ്ടായി ആദ്യകാലങ്ങളിൽ. ലോകം കണ്ടതിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി ഭരിച്ച വനിതാ പ്രധാനമന്ത്രിയാണ്. ഏതാണ്ട് 20 വർഷക്കാലമാണ് ഷെയ്ഖ് ഹസീന ഒരു രാജ്യം ഭരിച്ചത്. 20 വർഷവും 5 മാസക്കാലവും അവർ ആ രാജ്യം ഭരിക്കുകയുണ്ടായി. ഇത്രയധികം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും, ഇത്രയധികം ഭരണകാഴ്ച കൊണ്ടും ഇങ്ങനെ ഒരു ക്രൂരമായ അട്ടിമറിയിലൂടുകൂടി അവർക്ക് രാജ്യം പലായനം ചെയ്യേണ്ടി വന്നതിന്റെ കാരണം ഒരു പക്ഷേ അധികാര ദുർവിനിയോഗം അവര് എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടാവാം. അടിച്ചമർത്തലുകളുടെ ആക്കം കൂടിയിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും ഈ ഇടക്കാല പ്രക്ഷോഭത്തിന്റെ കാരണം പോലും അങ്ങനെ ഒന്നാണ്. ഏതാണ്ട് ബംഗ്ലാദേശിലെ ജോലികൾ, ബംഗ്ലാദേശിൽ ശരിക്കും ദാരിദ്ര്യവും അതോടൊപ്പം തന്നെ മാറി വരുന്ന ഒരു സമയമായിരുന്നു ഇത്. സമ്പദ് വ്യവസ്ഥയിൽ അവർ ഏതാണ്ട് 6.5% വളർച്ചയൊക്കെ കൈവരിക്കുകയുണ്ടായി അടുത്ത കാലങ്ങളിൽ. എന്നിട്ടും അവിടെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തൊഴിലില്ലായ്മയിൽ സിവിൽ ജോലികൾ ചെയ്യാൻ 55% സംവരണക്കാർക്കാണ് സിവിൽ ജോലികൾ പോയിക്കൊണ്ടിരുന്നത്. അത് എല്ലായ്പ്പോഴും അവിടെ സമരങ്ങൾക്ക് കാരണമായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ ആ 55%-ല് 30% ബംഗ്ലാദേശിന്റെ വിമോചന പോരാളികളായ കുടുംബക്കാർക്ക് നൽകണമെന്നും പിന്നീട് അവരുടെ കാലത്തിന് ശേഷം അവരുടെ മക്കൾക്കും അവരുടെ പേരക്കുട്ടികളിലേക്കും അത് കൊടുക്കണമെന്നുമുള്ളൊരു നിയമം ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു. 2018-ൽ അത് മാറ്റി നിർത്തലാക്കി. എന്നാൽ 2024 ജൂലൈയിൽ അത് വീണ്ടും പുനഃസ്ഥാപിച്ചു. ഇതാണ് ബംഗ്ലാദേശി യുവജനതയെ ചൊടിപ്പിച്ചത്. ആ 30% എടുത്തു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ധാക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യുവജനത അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിനിറങ്ങിയത്. ചെറിയൊരു പ്രക്ഷോഭമായി തുടങ്ങിയ അത് തീർച്ചയായിട്ടും ഒരു അനാസ്ഥ എന്ന് ചിലപ്പോൾ പറയേണ്ടി വന്നേക്കാം. കാരണം വേറൊന്നുമല്ല, അവർ ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്തും, എന്ത് വില കൊടുത്തും അടിച്ചമർത്തും എന്ന് പ്രഖ്യാപിക്കുകയാണ് ഷെയ്ഖ് ഹസീന ചെയ്തത്. അവർ പട്ടാളത്തെ ഉപയോഗിച്ച് തലങ്ങുമിലങ്ങും പ്രക്ഷോഭ സമരത്തെ അടിച്ചമർത്തുകയുണ്ടായി. 1 2 വല്ല ഏതാണ്ട് 300 മേൽ, അത് കണക്കുകളാണ്, എഴുതപ്പെട്ട കണക്കുകളാണ്, അതിൽ കൂടുതലാവാം മരണാശയം. 300 ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് ഏതാണ്ട് 300-ലധികം പ്രക്ഷോഭകാരികളാണ് ബംഗ്ലാദേശിൽ മരണപ്പെടുകയുണ്ടായത്. ഇതെല്ലാം പ്രക്ഷോഭകാരികൾ വികാരത്തെ വ്രണപ്പെടുത്തിയുണ്ടായി. അതുമാത്രമല്ല, കുറച്ച് വർഷങ്ങളായിട്ട് ഷെയ്ഖ് ഹസീന എന്ന് പറഞ്ഞ ഭരണാധികാരി അല്ലെങ്കിൽ ഉരുക്കുവരുത് അല്ലെങ്കിൽ എന്താ പറയാ പ്രതിപക്ഷത്തിന്റെ പേരിൽ സ്വേച്ഛാധിപതി എന്നറിയപ്പെട്ട പല കാര്യങ്ങൾക്കും അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്റർനെറ്റിന് വിലക്ക് ഏർപ്പെടുത്തി. രാജ്യമൊട്ടാകെ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി. കാണുന്ന ആക്രമണകാരികളെ പ്രക്ഷോഭകാരികളെ കാണുമ്പോൾ തന്നെ വെടിവെക്കാൻ പട്ടാളക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകി. ഇതെല്ലാം പ്രക്ഷോഭകാരികളുടെ സമരത്തിന്റെ വീര്യതയ്ക്ക് ആക്കം കൂട്ടി എന്ന് വേണം കരുതാൻ. എന്തായാലും ഒടുവിൽ അത് സംഭവിച്ചു. ഷെയ്ഖ് ഹസീന വീണു. രാജ്യത്ത് നിന്ന് പ്രാണനും കൊണ്ട് ജീവനും കൊണ്ട് അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഇന്ത്യയിലേക്കാണ് അവർ പലായനം ചെയ്തത്. ഇതിനു മുമ്പും ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ്
തങ്ങളുടെ പിതാവിനെയും അല്ലെങ്കിൽ ആ കുടുംബത്തെയും ചുട്ടരിച്ച കാലത്തും ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകേണ്ട 6 വർഷക്കാലം അവർ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു. എന്നാലും ഒരു രാജ്യത്ത് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് ഒരിക്കലും നല്ലതല്ല. താൽക്കാലിക ഭരണകൂടം, പട്ടാള ഭരണകൂടം എന്തായാലും ബംഗ്ലാദേശിന്റെ ഭരണം ഏറ്റെടുത്തിട്ടുണ്ട്. അത് എത്ര നാളത്തേക്കാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇന്ത്യൻ അനുകൂലികളാണ് പട്ടാളത്തിന്റെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും മത മൗലികവാദം തുടരുകയാണെങ്കിൽ അവിടുത്തെ ഹിന്ദുക്കളും ബുദ്ധ വിശ്വാസികളുമെല്ലാം ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാനുള്ള സാധ്യതയും നമ്മുടെ സർക്കാർ മുൻകൂട്ടി കാണുന്നതുകൊണ്ട് തന്നെ അതിർത്തിയിൽ സൈന്യത്തെ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തും ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് ഒരിക്കലും ശുഭകരമായ ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും ഭരണാധികാരികളുടെ പിടിപ്പുകേടും ആ രാജ്യത്തിന്റെ സ്പന്ദനവും അറിയാൻ സാധിക്കാതെ പോകുന്നിടത്ത് വെച്ച് അധികാര ദുർവിനിയോഗം നടത്തുമ്പോഴുമാണ് ഭരണത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു ജനാധിപത്യ രാഷ്ട്രത്ത് പ്രക്ഷുബ്ധത ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ സമാധാനം മടങ്ങി വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിന്ന് തിരിച്ചുപോയി എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും അവർ ജീവനോടെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.